നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. നിനക്ക് വല്ലത് സംസാരിക്കാനുണ്ടോടാ? ഏയ് ഇല്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ചെന്ന് സംസാരിക്കേ. ഓക്കെ. അല്ല, വിശാലിന്റെ അച്ഛനെയും അച്ഛമ്മയും കണ്ടില്ലല്ലോ. അവരൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുക. അച്ഛൻ ഇത്ര നാളും പാരാലിസിസ് ബാധിച്ച് കിടക്കുമായിരുന്നല്ലോ. ഇപ്പോഴാ ഭേദമായത്. അച്ഛന്റെ അസുഖം ഭേദമാവുകയാണെങ്കിൽ അച്ഛനെയും കൊണ്ട് കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാമെന്ന് അച്ഛമ്മ നേർച്ച നേർന്നിരുന്നു. ആ നേർച്ച നിറവേറ്റാൻ അച്ഛനും അച്ഛമ്മയും കൂടി പോയിരിക്കുക. അത് ശരി. കുട്ടിക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത്? എന്താ അറിയേണ്ടത്? എടോ, അഭിനയിച്ചത് മതി. താൻ എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയ പണത്തിന് കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യായി. ഇനി കൂടുതൽ അഭിനയിച്ചേ താനിത് കൊളവാക്കാതിരുന്നാ മതിയേ. ഓക്കെ സ്വീറ്റി. സ്വീറ്റിയോ? സോറി ജാസ്മിൻ. മാഡം അങ്ങനെ വിളിച്ചാ മതി. ശരി മാഡം. ആ അല്ല, തന്റെ കൂടെ വന്ന തന്തയും തള്ളയും വിശ്വസിക്കാൻ കൊള്ളാമോ? പിന്നെ അവർ ഒന്നാം തരം സ്റ്റേജ് ആർട്ടിസ്റ്റുകളല്ലേ. എന്റെ അച്ഛനും അമ്മയായിട്ട് അവർ അഭിനയിക്കുകയല്ല, ജീവിക്കുകയല്ലേ. അതല്ല ഞാൻ ചോദിച്ചത്. കൂടെ നിന്നിട്ട് അവസാനം നമുക്കിട്ട് പണിയില്ലല്ലോ. ഏയ് അതൊന്നും ഉണ്ടാവില്ല. ആ പേടി വേണ്ട. മാഡം ഈ നടത്തുന്ന നാടകത്തെ പറ്റി അവർ മറ്റുള്ളവരോട് കമാന്നൊരു അക്ഷരം വേണ്ടില്ല. ശരി, ഓക്കെ. അല്ല, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വള്ളിപുള്ളി തെറ്റാതെ എല്ലാം ഓർമ്മയുണ്ട്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം നടക്കണം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടക്കുന്ന നേരത്ത് ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചിരിക്കണം. അതങ്ങനെ സംഭവിച്ചിരിക്കും. ആ, ഇത് ഓർമ്മിപ്പിക്കാൻ തന്നെയാ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാ വാ പോ വാ. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് എന്തായി? രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പൊ സംസാരിച്ചപ്പോ കൂടുതൽ കൂടുതൽ ഇഷ്ടായി. തുറന്നു പറഞ്ഞ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന പെൺകുട്ടി തന്നെയാ ജാസ്മിൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.